വിരുന്നിപ്പോഴുള്ളത് മലേഷ്യയിലാണ്. മലേഷ്യയിലെത്തുമ്പോൾ ഒരു മലേഷ്യൻ മലയാളി വർഷങ്ങൾക്ക് മുമ്പ് മലേഷ്യയിലൂടെ പല പ്രവർത്തനങ്ങൾക്കും സാക്ഷിയാകുകയും അതോടൊപ്പം തന്നെ മാമാങ്കം എന്ന് പറയുന്ന വലിയ സംഘടനയുടെ മലയാളി ഓർഗനൈസേഷൻ്റെ സ്ഥാപക പ്രസിഡൻറ്റും പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിത വളർച്ചയിൽ ഒരുപാട് മലയാളികൾക്ക് തൊഴിലവസരങ്ങൾ തുറന്നു കൊടുത്ത ഒരു മലേഷ്യൻ മലയാളി. വീനസ് ടൂളിംഗ് കോർപ്പറേഷൻ എന്ന മലേഷ്യയിലെ വലിയൊരു കമ്പനിയുടെ ചെയർമാനായ അദ്ദേഹമാണ് ദത്തോ രാജൻ മേനോൻ. ദത്തോ എന്നാൽ ഒരു വലിയ പദവിയാണ് മലേഷ്യയിലെ. തീർച്ചയായും മലേഷ്യൻ വിശേഷങ്ങളും വീനസ് ടൂളിംഗ് കോർപ്പറേഷൻ്റെ വിശേഷങ്ങളും മലയാളി ഓർഗനൈസേഷൻ്റെ വിശേഷങ്ങളും എല്ലാം നമുക്ക് ചോദിച്ചറിയാൻ നമ്മുടെ പ്രിയങ്കരനായ അതിഥി ദത്തോ രാജൻ മേനോൻ സാർ നമ്മോടൊപ്പമുണ്ട്. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം സാറിനെ. സാർ നമസ്കാരം. നമസ്കാരം. എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു ലൈഫ്? തുടക്കം മലേഷ്യയിലെ ജീവിതം, പിന്നീട് പഠനകാലം, നാട്ടിലേക്ക് പോകുന്നു, എങ്ങനെയായിരുന്നു എന്ന് വിശദമാക്കാമോ? ഞാനൊരു മലേഷ്യൻ പ്രജയാണ്. 1952 എൻ്റെ ജനനം. മലേഷ്യയിൽ പേറാക്ക് എന്ന മലേഷ്യയിലെ ഒരു സംസ്ഥാനത്താണ് എൻ്റെ ജനനമുണ്ടായത്. ഞങ്ങളുടെ കുടുംബത്തിൽ 6 പേരാണ്. ശരി. 1952 ജനിച്ച ഞാൻ 1956 അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കുട്ടികളെല്ലാവരും ചേർന്ന് നാട്ടിലേക്ക് തിരിച്ചുപോയി. എൻ്റെ പഠനം മുഴുവനും കേരളത്തിലാണ്. ഒഴൂർ എന്ന മലപ്പുറം ജില്ലയിലെ ഒരു കുഗ്രാമത്തിലായിരുന്നു ഞങ്ങളുടെ വീടും തറവാടും. അവിടുത്തെ ഒരു LP സ്കൂളിൽ, ലോ പ്രൈമറി സ്കൂളിലാണ് എൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസം ഞാൻ ആരംഭിച്ചത്. 5ാം ക്ലാസ് വരെ ഒഴൂർ LP സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം മലപ്പുറത്തെ താനൂർ ദേവതാർ ഹൈസ്കൂൾ എന്ന ഹൈസ്കൂളിലാണ് എൻ്റെ SSLC വരെയുള്ള പഠനം. വീട്ടിൽ നിന്ന് 4-5 നാഴിക നടന്നു പോകണം ആ കാലത്തെല്ലാം സ്കൂളിലേക്ക് ചേരുവാനായിട്ട്. ഞങ്ങളുടെ ഗ്രാമത്തിലൊന്നും ബസ്സില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, വെള്ളമില്ല. അങ്ങനത്തെ ഒരു കുഗ്രാമമായിരുന്നെങ്കിലും ആ കാലങ്ങളൊന്നും ഇപ്പോഴും മറക്കുവാൻ സാധിക്കുന്നതല്ല. കാരണം അന്നത്തെ കൂട്ടായ്മയും ഫ്രണ്ട്ഷിപ്പും നാട്ടുകാരും എല്ലാം ഇപ്പോഴും അതിരിക്കുന്ന ഓർമ്മകളായി എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോഴും ഞാൻ അവരെ എല്ലാ വർഷവും ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം നാട്ടിൽ പോകും. തീർച്ചയായും ഒഴൂരും പരിസരത്തും ഞാനിപ്പോഴും പോകാറുണ്ട്. അവിടെ എൻ്റെ പഴയ സ്നേഹിതന്മാരെയും കുടുംബക്കാരെയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല പ്രവർത്തകരെയും ഞാനിപ്പോഴും സന്ദർശിക്കാറുണ്ട്. 1979 ഞാൻ മലേഷ്യയിലേക്ക് തിരിച്ചു വന്നു. എൻ്റെ ജ്യേഷ്ഠന്മാരും ഒരാൾ സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന, വേറൊരാൾ ഡോക്ടറായിട്ട് മലേഷ്യയിൽ തന്നെയുണ്ട്. 3ാമത്തെ ബ്രദർ ഓസ്ട്രേലിയയിൽ ചാർട്ടർ അക്കൗണ്ടായിട്ടുണ്ട്. എൻ്റെ 2 സിസ്റ്റേഴ്സ് പെങ്ങന്മാർ ഇപ്പോഴും നാട്ടിൽ കല്യാണം കഴിച്ച് അവിടെ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. 1979 മലേഷ്യയിൽ വന്ന ശേഷം ബോയിലർ മാനുഫാക്ചറിങ് കമ്പനിയിൽ ഒരു പർച്ചേസിംഗ് ഓഫീസറായി എനിക്ക് ജോലി കിട്ടി. ആ ജോലി ഞാൻ 1992 വരെ കമ്പനിയുടെ ഗ്രൂപ്പ് പർച്ചേസിംഗ് ഡയറക്ടറായി വരെ ജോലി ചെയ്ത് അതിനുശേഷം റിസൈൻ ചെയ്ത് സ്വന്തമായി ഒരു ട്രേഡിംഗ് കമ്പനി സ്ഥാപിക്കുകയുണ്ടായി മലേഷ്യയിൽ. 1998 വരെ ആ കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടർ ഞാനായിരുന്നു. 98 എൻ്റെ ചില ഫ്രണ്ട്സിനോട് ചേർന്ന് ഒരു ഫാക്ടറി സ്ഥാപിച്ചു. ആ ഫാക്ടറി സ്ഥാപകരിൽ ഒരാൾ തിരുവനന്തപുരത്തുള്ള സുനിൽ കുമാർ എന്ന എൻ്റെ ഒരു പാർട്ട്ണറാണ്. കമ്പനിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു, അതിൻ്റെ പ്രോഡക്റ്റുകളെക്കുറിച്ച് ഒന്ന് വിലയിരുത്താം. 1998 വീനസ് ടൂളിംഗ് എന്ന സ്ഥാപനം ഞങ്ങൾ സ്ഥാപിക്കുന്നത്. അന്ന് ആ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ വെറും 4 പേര് മാത്രമായിരുന്നു ആ കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി വന്നിരുന്നത്. പടിപടിയായി ഉയർന്ന് 5-6 വർഷത്തിന് ശേഷം ഞങ്ങൾ ഒരു സബ്സിഡറി കമ്പനിയായി വീനസ് പ്രിസിഷൻ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിയും സ്ഥാപിക്കുകയുണ്ടായി. ഇന്ന് ആ കമ്പനിയിൽ ഏകദേശം 50 പേരോളം ജോലി ചെയ്യുന്നുണ്ട്. അതിൽ 35 പേരോളം കേരളത്തിൽ നിന്നുള്ള മലയാളികൾ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് വേറെ 5 പേര്, ബാംഗ്ലൂർ, തമിഴ്നാട്ടിൽ നിന്നും 5-6 പേര് ജോലി ചെയ്യുന്നുണ്ട്. പ്രധാന മേഖല നേരത്തെ പറഞ്ഞ മാതിരി മോൾഡ് മാനുഫാക്ചറിംഗ് ആണ്. ഏത് പുതിയ പ്രോജക്റ്റ് വരികയാണെങ്കിലും വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടി
മോൾഡ് ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ കമ്പനിയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് വന്ന് ടൊയോട്ട കാറിൻ്റെ പ്രോജക്റ്റാണ്. അടുത്ത് സുസുക്കിയുടെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ പാനസോണിക്, ഹിറ്റാച്ചി, പിന്നെ കൂടാതെ ഒരുവിധ ഇലക്ട്രോണിക്സ് കമ്പനികൾ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, ഇവയെല്ലാം ഞങ്ങളുടെ ക്ലയൻസാണ്. നാട്ടിൽ ആരൊക്കെയാണ് താങ്കളോടൊപ്പം ഉള്ളത്? ഇവിടെ താങ്കളോടൊപ്പം ആരൊക്കെയാണ്? എല്ലാവരും ഇവിടെ തന്നെയാണെന്നാണ് വിശ്വാസം. എന്നിരുന്നാലും കുടുംബത്തെക്കുറിച്ച് മൊത്തത്തിൽ താങ്കൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ അച്ഛൻ 1920 മുതൽ നാട്ടിൽ നിന്ന് മലേഷ്യയിൽ വന്നതാണ്. അച്ഛൻ താനൂർ എന്ന സ്ഥലത്ത് ഒരിക്കര കൊല്ലിരി എന്ന തറവാട്ടിൽ നിന്ന് വന്ന ഒരിക്കര കൊല്ലിരി പത്മനാഭമേനോൻ ആണ് എൻ്റെ അച്ഛൻ. അച്ഛൻ 1989 മരണമടഞ്ഞു. എൻ്റെ അമ്മ കുഞ്ഞിക്കാവമ്മ എന്നാണ് പേര്. തിരൂരിലെ നെല്ലൂളി എന്ന തറവാട്ടിൽ നിന്നാണ് അമ്മ വന്നിരിക്കുന്നത്. അമ്മയും അച്ഛനും എൻ്റെ കൂടെയായിരുന്നു താമസം. അവർ അവസാന ദിവസങ്ങളിൽ അമ്മയും 1992 മരണമടഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് അച്ഛനും അമ്മയും മരണമടഞ്ഞു ഇവിടെ നിന്നാണ്. എൻ്റെ കൂടെയായിരുന്നു. ഞങ്ങൾ 6 പേരാണ് കുടുംബത്തിൽ. ഞാൻ ഫാമിലിയിൽ ഏറ്റവും ഒടുവിലത്തെ ആൾ. മൂത്ത ജ്യേഷ്ഠൻ സിംഗപ്പൂർ ജോലി ചെയ്യുന്നു, പോർട്ട് അതോറിറ്റിയിലായിരുന്നു, റിട്ടയർ ചെയ്തു. രണ്ടാമത്തെ ജ്യേഷ്ഠൻ ഡോക്ടറായി ഇവിടെ പഹാങ് എന്ന സ്റ്റേറ്റിൽ ഡോക്ടറായി പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നു. മൂന്നാമത്തെ ഒരു ബ്രദറുള്ള ഓസ്ട്രേലിയയിലാണ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഒടുവിലത്തെ ഞാൻ. എനിക്ക് 2 സിസ്റ്റേഴ്സുണ്ട്. അവർ 2 പേരും നാട്ടിലാണ്. ഒരാൾ കോഴിക്കോട് താമസിക്കുന്നു, ഒരു സിസ്റ്റർ വന്ന് താനൂർ താമസിക്കുന്നു. എൻ്റെ വിവാഹം 1982 ഡിസംബറിലാണ് എൻ്റെ വിവാഹം. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് നാട്ടിൽ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് ഷീല. കളവൂരില്ലത്ത് എന്ന തറവാട്ടിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഒരേ ഒരു മകളാണ് ഷീല. എനിക്ക് 3 കുട്ടികളാണുള്ളത്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. മൂത്ത മകൻ രാകേഷ് മേനൻ. അവന് മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ഓസ്ട്രേലിയയിൽ ഷ്നൈഡർ എന്ന കമ്പനിയിൽ R&D ജോലി ചെയ്ത് വരുന്നു. അവൻ്റെ വിവാഹം കൊല്ലം കഴിഞ്ഞു. ഭാര്യ ഡോക്ടർ എത്തി, അവളും ഓസ്ട്രേലിയയിലാണ്. എൻ്റെ രണ്ടാമത്തെ പുത്രൻ സന്ദീപ് മേനൻ. അവൻ കോലാലംപൂരിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടറായി ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ എൻ്റെ മകൾ സിന്ധു മേനൻ. അവൾ സ്പീച്ച് പാത്തോളജിസ്റ്റായി ഗ്ലെൻഈഗിൾ എന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു വരുന്നു. ഫ്യൂച്ചർ പ്ലാനുകൾ എന്തെങ്കിലും താങ്കളുടെ മനസ്സിൽ ഇനിയുണ്ടോ? കാരണം ഏകദേശം ഒരു നല്ല രീതി തന്നെയാണ് താങ്കളുടെ ജീവിതം. എന്നിരുന്നാലും ഒരു ആവറേജ് ഫാമിലിയിൽ നിന്ന് വന്ന എനിക്ക് ഇന്ന് ഈ പദവിയിലെത്താൻ കഴിഞ്ഞത് ദൈവസഹായം തന്നെയാണ്. ജീവിതത്തിൽ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാവരും പറയുന്ന മാതിരി സന്തോഷത്തോടെ എല്ലാവരുമായി സഹകരിച്ച് ജീവിതകാലം മുഴുവൻ ഒരു കുടുംബമായി എല്ലാവരുമായി സഹകരിച്ച് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഏറ്റവും അധികം സന്തോഷം തരുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 30-40 കുടുംബങ്ങൾക്ക് എൻ്റെ കമ്പനി മുഖാന്തരം ഒരു ജീവിതമാർഗം കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്ന കൃതാർത്ഥത എനിക്കുണ്ട്. കാരണം എപ്പോഴും എൻ്റെ അച്ഛൻ ഒരു എസ്റ്റേറ്റിൽ ക്ലർക്കായി ജോലി ചെയ്ത ആളാണ്. അതിന് അച്ഛൻ്റെ മകനായ ഞാൻ ഇന്നൊരു രീതിയിലെത്തുന്നു. എൻ്റെ മക്കൾ എന്നെക്കാളും നന്നായിരിക്കണം എന്നൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അതുപോലെ എല്ലാ കുടുംബങ്ങളും നന്നായി വരട്ടെ. അതിലെന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഇവിടെയായാലും കേരളത്തിലായാലും ലോകത്തെവിടെയായാലും രാജൻ മേനോൻ എന്ന വ്യക്തിയിൽ നിന്ന് നല്ല കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. താങ്കൾക്ക് കിട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറയാം? എനിക്ക് ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അവാർഡുകൾ ഞാൻ ഏറ്റവും അധികം വിലമതിക്കുന്ന ഒന്ന് ഇന്ത്യൻ ലോക്സഭാ സ്പീക്കറായിരുന്ന പരേതനായ ബാലയോഗിയിൽ നിന്ന് 2001 ഹിന്ദ്രത്തൻ അവാർഡ് ന്യൂഡൽഹി വെച്ച് എനിക്ക് സമ്മാനിക്കുകയുണ്ടായി. ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 9 മലയാളികളിൽ ഒരു മലയാളിയായി എന്നെ ആ പദവിക്ക് അർഹനാക്കി. അതിൽ വളരെ സന്തുഷ്ടനാണ് ഞാൻ. അതിനുശേഷം അന്ന് റിപ്പബ്ലിക് പരേഡിൽ മലേഷ്യയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവായി എന്നെ ക്ഷണിക്കുകയുണ്ടായി. അതുകൂടാതെ പല പദവികളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ചിലത് ഓൾ മലയാളി അസോസിയേഷൻ്റെ ഡയറക്ടറായി ഞാൻ ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുണ്ട്. മലേഷ്യയിൽ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി എൻ്റെ ശ്രമഫലമായി $50,000
ഒരു പ്രോഗ്രാം വെച്ച് ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കുകയും അത് ആ പള്ളിയുടെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററിന് വേണ്ടി ഞാൻ ഡൊണേറ്റ് ചെയ്യുകയുണ്ടായി. അതിന് പള്ളി ഇവിടെ മലേഷ്യയിലെ ചേർച്ച് എനിക്കൊരു അവാർഡ് നൽകുകയുണ്ടായി. നാട്ടിൽ മലപ്പുറത്ത് വെച്ച് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഓഫ് കേരള എന്നെ അനുമോദിക്കുകയുണ്ടായി. ഒരു വലിയ പരിപാടി അന്ന് മുനവർ അലി ശിവത്തങ്ങളായിരുന്നു അന്നത്തെ മുഖ്യാതിഥി. മലപ്പുറം മഞ്ചേരിയിൽ വെച്ചാണ് എനിക്ക് ഒരു പൗരസ്വീകരണം തരികയുണ്ടായി. ഇതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മക്കാര്യത്തിൽ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. സർ, ഇത്രയും സമയം ഞങ്ങളുടെ പ്രേക്ഷകരോട് സംബന്ധിച്ചതിൽ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയംഗമേ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.